ഹലോ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. തായ്ലൻഡ് വിസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടാണ് ചാഡ തായ് വില്ലേജ് റിസോർട്ട്. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ക്രാബിയിലുള്ള ആവുനാങ് എന്ന സ്ഥലത്താണ്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അതിവിശാലമായ ലോബി കാണാം. ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കണം. അതുപോലെ ചെറിയൊരു തുക ഡെപ്പോസിറ്റായിട്ടും കൊടുക്കണം. ഈ തുക നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ തിരിച്ചു തരുന്നതായിരിക്കും. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് നൽകിയിട്ടാണ് അവർ നമ്മളെ സ്വീകരിച്ചത്. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. പോകുന്ന വഴി തന്നെ ഗാർഡനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാണാം. അതുപോലെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്പിൾ സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂമാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു ഇത്. അതുപോലെ റിലാക്സ് ചെയ്യാനൊരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ തിരിഞ്ഞാലും സ്വിമ്മിംഗ് പൂൾ, അതായിരുന്നു ഇവിടുത്തെ ഹൈലൈറ്റ്. വൈകുന്നേരം ഈ വഴികളിലൂടെയൊക്കെ നടക്കാൻ തന്നെ നല്ലൊരു വൈബായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഡിന്നർ ഇവിടെയായിരുന്നു സെർവ് ചെയ്തിരുന്നത്. രാത്രി പാട്ടും ഫുഡും ഒക്കെ ആയിട്ട് ഒരു ഫെസ്റ്റിവൽ മൂഡ് തന്നെയായിരുന്നു. അത്യാവശ്യം വലിയ ജിം ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഡിന്നറിന് മെയിനായിട്ടും ഇവർ തായ് രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് സെർവ് ചെയ്തത്. കൂടാതെ ഇന്ത്യൻ ഫുഡും അവൈലബിൾ ആയിരുന്നു.
സാലഡ്സിനും സ്റ്റാർട്ടേഴ്സിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. There's so many ways I want to say I love you. Let me hold you in my arms forevermore. ടേസ്റ്റി ഫുഡും ലൈവ് മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഒരു മെമ്മറബിൾ നൈറ്റ് ആയിരുന്നു അത്. നെക്സ്റ്റ് ഡേ രാവിലെ നമുക്ക് ക്രാബിയിൽ പല സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ടായിരുന്നു. സോ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിനും വെജും നോൺ വെജും ഒക്കെ ആയിട്ട് പല വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. മലയാളികളെ പോലെ തന്നെ തായ്ലൻഡുകാർക്കും ചോറ് ഒരു മെയിൻ ഭക്ഷണമാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പോലും ചോറുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് അടുത്ത സ്ഥലം കാണാനായിട്ട് ഇറങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ക്രാബിയിലെ 4 ഐലൻഡ് ടൂറിനാണ്. ഇതിൻ്റെ വീഡിയോ പിറകെ വരുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.